മോർണിംഗ്. നമ്മൾ ഹൈഡ്രോളിക്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നോക്കിയിരുന്നത്? ഒരു പ്ലെയിൻ സർഫസ് ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ഇൻക്ലൈൻഡ് ആയിട്ടും ഒരു ലിക്വിഡ് സർഫസിലേക്ക് ഇമേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷറും അതുപോലെ സെന്റർ ഓഫ് പ്രഷറും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നായിരുന്നു അല്ലെ. അത് മൂന്നെണ്ണത്തിന്റെയും ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ അതിന്റെ പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ആണ്. ഓക്കെ, ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്, അതായത് ഇത്രയും നേരം നമ്മൾ നമ്മുടെ ലിക്വിഡ് റെസ്റ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അല്ലെ. ആ ഒരു കണ്ടീഷനിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത്. ഇനി നോക്കും നമ്മുടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഏതൊക്കെ രീതിയിൽ ആ ഫ്ലൂയിഡിനെ ഫ്ലോ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്ലിയർ ആയോ? ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്സ്, അതായത് ടൈപ്സ് ഓഫ് ഫ്ലോ, ഏതൊക്കെ രീതിയിൽ ആ ഫ്ലൂയിഡിനെ ഫ്ലോ ചെയ്യാൻ സാധിക്കും എന്നാണ് നോക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പിലുള്ള ഫ്ലോ ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഈ നെയിം ലിസ്റ്റ് ചെയ്യാനും അതുപോലെ ഇത് ഓരോന്നും എന്താണെന്നും മനസ്സിലാക്കി അതിന്റെ ഡെഫിനിഷനും എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ടൈപ്പ് ഓഫ് ഫ്ലോ ആണ് യൂണിഫോം ഫ്ലോ, ദെൻ നോൺ യൂണിഫോം ഫ്ലോ, ദെൻ സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, streamline or laminar, turbulent flow, compressible and incompressible flow. ഓക്കെ, ഇത്രയും ടൈപ്സ് ഓഫ് ഫ്ലോ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂണിഫോം, നോൺ യൂണിഫോം. അപ്പൊ തന്നെ മനസ്സിലാക്കാം, യൂണിഫോം ഫ്ലോയിൽ നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ യൂണിഫോം ഫ്ലോയിൽ നടക്കുന്നത്. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ദെൻ സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, അവിടെയും അങ്ങനെ തന്നെയാണ്. സ്റ്റഡി ഫ്ലോയിൽ സംഭവിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അൺസ്റ്റഡി ഫ്ലോയിൽ സംഭവിക്കുക. അഗൈൻ സ്ട്രീംലൈൻ ഓർ ലാമിനാർ, ടർബുലന്റ്, കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ. ഇത് ഓരോന്നിനും നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും, എളുപ്പമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോന്നിലേക്ക് നമുക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് യൂണിഫോം ഫ്ലോയും നോൺ യൂണിഫോം ഫ്ലോയും എന്താണെന്നാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്നതാണ് യൂണിഫോം ഫ്ലോ, ഇതാണ് നോൺ യൂണിഫോം ഫ്ലോ. ഓക്കെ, അപ്പൊ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് ദ ഫ്ലോ ഇൻ വിച്ച് കണ്ടീഷൻസ് ഓഫ് ഫ്ലോ റിമെയിൻസ് കോൺസ്റ്റന്റ് ഫ്രം സെക്ഷൻ ടു സെക്ഷൻ. അതായത് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ദ ഫ്ലോ പാരാമീറ്റേഴ്സ് ഡു നോട്ട് വാരി ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫ്ലോ. യൂണിഫോം ഫ്ലോ എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു റിവർ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ അതിന്റെ ഏതെങ്കിലും ഒരു ലെങ്ത്, ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെക്ഷനിലെ നമ്മുടെ ഫ്ലോ പാരാമീറ്റേഴ്സ്, അതായത് അതിന്റെ വെലോസിറ്റി, അതുപോലെ തന്നെ ഡെൻസിറ്റി, അങ്ങനത്തെ കാര്യങ്ങൾ, ഫ്ലോ പാരാമീറ്റേഴ്സിൽ ഒരു മാറ്റവും ഉണ്ടായിരിക്കില്ല. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് ഏത് സെക്ഷൻ എടുത്താലും, ഇപ്പൊ ഈ ഒരു സെക്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഇപ്പൊ ഇതാണ് അതിന്റെ എന്തെങ്കിലും റിവർ എന്തെങ്കിലും ഒഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ ഈ സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിലുള്ള അതേ വെലോസിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇവിടുത്തെ ഒരു സെക്ഷൻ എടുത്താൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സെക്ഷൻ എടുത്താൽ, അതുമല്ല ഇവിടുത്തെ ഒരു സെക്ഷൻ എടുത്താൽ. ഏത് സെക്ഷൻ എടുത്താലും ആ സെക്ഷനിൽ നമ്മുടെ ഫ്ലോ പാരാമീറ്റേഴ്സ്, ഫ്ലോ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഓഫ് ഫ്ലോ, ഫ്ലോ ചെയ്യാൻ എന്തൊക്കെ വേണം, എന്തൊക്കെ കണ്ടീഷനാണോ വേണ്ടത്, അതെല്ലാം കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഫ്ലോനെ നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം ഫ്ലോ. യൂണിഫോം ആയിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിന്റെ വെലോസിറ്റി എല്ലാ സെക്ഷനിലും സെയിം ആണ്, ആ രീതിയിൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് യൂണിഫോം ഫ്ലോ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടീഷൻസ് ഓഫ് ഫ്ലോ റിമെയിൻസ് കോൺസ്റ്റന്റ് ഫ്രം സെക്ഷൻ ടു സെക്ഷൻ. ഓക്കെ, അപ്പൊ ഡെഫിനേഷൻ എഴുതുമ്പോൾ ഈ ഒരു സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. കണ്ടീഷൻസ് ഓഫ് ഫ്ലോ റിമെയിൻസ് കോൺസ്റ്റന്റ് ഫ്രം സെക്ഷൻ ടു സെക്ഷൻ. അതിനൊരു എക്സാമ്പിൾ ആണ് കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ത്രൂ എ കോൺസ്റ്റന്റ് ഡയമീറ്റർ പൈപ്പ്. അതായത് ഇപ്പൊ ഒരു പൈപ്പ് ഉണ്ട്, ആ പൈപ്പിന്റെ ഡയമീറ്റർ കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിലൂടെയുള്ള ഡിസ്ചാർജ് എന്ന് പറയുന്നത് യൂണിഫോം ഫ്ലോക്ക് ഈക്വൽ ആയിരിക്കും. കാരണം അവിടുത്തെ ഡയമീറ്ററും കാര്യങ്ങളൊന്നും വേരി ചെയ്യുന്നില്ല, അപ്പൊ അതിന്റെ വെലോസിറ്റിയിലും ആക്സിലറേഷനിലൊന്നും മാറ്റം ഉണ്ടാവില്ല. സോ അത് യൂണിഫോം ഫ്ലോ ആയിരിക്കും. ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഇതാണ്: ഡോ വി ബൈ
ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആയതുകൊണ്ടാണ് നമ്മൾ എക്സ് കൊടുത്തത് ഇസ് ഈക്വൽ ടു 0. കോൺസ്റ്റന്റ് ആയിരിക്കണം അല്ലേ? സോ ഡോ വി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 0. അതിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 0 ആയിരിക്കണം കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഡോ വി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഇനി നോൺ യൂണിഫോം ഫ്ലോ ആണെന്നുണ്ടെങ്കിലോ? നോൺ യൂണിഫോം ഫ്ലോ നോക്കിക്കോളൂ. ഓക്കെ, നോൺ യൂണിഫോം ഫ്ലോ, സോറി ഇവിടെ ഡിലേ കൊണ്ടാണ്. നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കൽ കൂടെ യൂണിഫോം ഫ്ലോ പറയാം. ഇവിടെ എന്തായിരുന്നു പറഞ്ഞത്? കണ്ടീഷൻസ് ഓഫ് ഫ്ലോ റിമൈൻസ് കോൺസ്റ്റന്റ്. അപ്പൊ നോൺ യൂണിഫോം ഫ്ലോയിലാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് ഓഫ് ഫ്ലോ ഡസ് നോട്ട് റിമൈൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇവിടെ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റ് അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് non-uniform flow. With respect to space, the flow parameters are do not constant in non-uniform flow. Non-uniform flow ആണെങ്കിൽ അവിടെ നമ്മുടെ കണ്ടീഷൻസ് ഓഫ് ഫ്ലോ കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്തായി? ഡോ വി ബൈ ഡോ എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. കോൺസ്റ്റന്റ് അല്ലാതെ അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ ടൈപ്പ് ഓഫ് ഫ്ലോനെ നമ്മൾ നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഫ്ലോ ത്രൂ എ ലോങ് പൈപ്പ് വിത്ത് വേരിയിങ് ക്രോസ് സെക്ഷൻ. ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഇതൊരു പൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ക്രോസ് സെക്ഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇവിടെ ഒരു ഡയമീറ്റർ ആണ്, പക്ഷെ ഇങ്ങനെ എൻഡിലേക്ക് വരുന്നതോറും ഡയമീറ്റർ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അത് വേരിയിങ് ക്രോസ് സെക്ഷൻ ആണ്. സോ ഇതിലൂടെയുള്ള ഫ്ലോ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ഫ്ലോ ആയിരിക്കും. നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു സെന്റൻസും ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, എന്തില്ലെങ്കിലും ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അതുപോലെ തന്നെ ഈ ഡെഫിനിഷനും അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതാണ് യൂണിഫോം ഫ്ലോ ആൻഡ് നോൺ യൂണിഫോം ഫ്ലോ. ഒരു പോയിന്റും കൂടി ശ്രദ്ധിക്കുക. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണ് നമ്മൾ പറയുക. അതായത് ഏതെങ്കിലും ഒരു ലെങ്ത് എടുത്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഫ്ലോ പാരാമീറ്റേഴ്സ് നോക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് സ്റ്റഡി ഫ്ലോയും അൺസ്റ്റഡി ഫ്ലോയും ആണ് പഠിക്കാനുള്ളത്. അപ്പോഴാണ് ആ ഡിഫറൻസ് മനസ്സിലാവുക. എന്താണെന്ന് നോക്കാം. സ്റ്റഡി ഫ്ലോ ആൻഡ് അൺസ്റ്റഡി ഫ്ലോ. The steady flow in which fluid characteristics, നേരത്തെ പറഞ്ഞ ഫ്ലോ കണ്ടീഷൻസ് ഇല്ലേ, അത് തന്നെയാണിത്. ലൈക്ക് വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി ഡു നോട്ട് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അറ്റ് എ പെർട്ടിക്കുലർ സെക്ഷൻ. ഓക്കെ, നേരത്തെ അതായത് ഇവിടെ കോൺസ്റ്റന്റ് ആണെന്ന് തന്നെ അർത്ഥം. ഡു നോട്ട് ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കോൺസ്റ്റന്റ് ആണെന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ വിത്ത് റെസ്പെക്ട് ടു ടൈം ആയിരുന്നു. വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മുടെ ഫ്ലൂയിഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റഡി ഫ്ലോ ആണ്. ഇനി കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അൺസ്റ്റഡി ഫ്ലോ. അപ്പൊ ഇവിടെ നമുക്കൊരു റിവർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു റിവർ എടുത്തു, നമ്മൾ അതിന്റെ ഈ ഒരു സെക്ഷൻ എടുത്തു, 2 സെക്ഷൻ എടുത്തു എന്ന് വിചാരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഒരു കാലത്ത് ഒരു 6 മണിക്ക് അതിന്റെ വെലോസിറ്റിയും പ്രഷറും ഡെൻസിറ്റിയും ഒക്കെ ചെക്ക് ചെയ്തു. അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 10 മണിക്ക് വന്ന് നോക്കി. അപ്പോൾ നമുക്ക് അതിന്റെ വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി നമ്മൾ ചെക്ക് ചെയ്തു. ഓക്കെ, 11 മണിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ടൈമിൽ നമ്മൾ ഇവിടുത്തെ ഡെൻസിറ്റി, പ്രഷർ, വെലോസിറ്റി ഒക്കെ ചെക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഈ സെക്ഷനിൽ കിട്ടുന്ന ഈ ഒരു സെക്ഷനില് ഈ 6 മണിക്ക് വന്ന് നോക്കിയാലും 10 മണിക്ക് വന്ന് നോക്കിയാലും 11 മണിക്ക് വന്ന് നോക്കിയാലും ഏത് സമയത്ത് വന്ന് നോക്കിയാലും നമ്മുടെ വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി സെയിം ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ മാത്രമാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു സെക്ഷനിൽ മാത്രം ഏത് സമയത്ത് വന്ന് നോക്കിയാലും അവിടുത്തെ വെലോസിറ്റി, പ്രഷർ, ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ആ ഫ്ലോനെ നമ്മൾ പറയുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ. ഓക്കെ, മനസ്സിലായല്ലോ? അല്ല എന്നുണ്ടെങ്കിൽ അത് അൺസ്റ്റഡി ഫ്ലോ.
പക്ഷെ യൂണിഫോം ഫ്ലോയുടെ കേസിൽ നമ്മൾ എന്താ പറയുന്നത്, ഏത് സെക്ഷൻ എടുത്താലും അവിടെ സെയിം ആവണം, ടൈം അല്ല നോക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സ്റ്റഡി ഫ്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്തിട്ട് ആ സെക്ഷനിൽ, ഇപ്പൊ ഈ ഒരു സെക്ഷൻ, ഇപ്പൊ എക്സ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനും ഈ ഒരു സെക്ഷൻ മാത്രമാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ 6 മണിക്ക് എന്ത് വെലോസിറ്റിയാണ് കാണിച്ചത് അത് തന്നെ 7 മണിക്ക് കാണിക്കണം, അത് തന്നെ 8 മണിക്ക് കാണിക്കണം. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ടൈം ആ ഒരു സെക്ഷനിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും മാറാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റഡി ഫ്ലോ ആണ്. അല്ല എന്നുണ്ടെങ്കിൽ അത് അൺസ്റ്റഡി ഫ്ലോ. അപ്പൊ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡോ വി ബൈ ഡോ ടി. ഡോ ടി വിത്ത് റെസ്പെക്ട് ടു ടൈം ആയതുകൊണ്ടാണ് അവിടെ ടി വന്നത്, നേരത്തെ എക്സ് ആയിരുന്നു. വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആയതുകൊണ്ടാണ് അവിടെ എക്സ് വന്നത്. ഇസ് ഈക്വൽ ടു 0 ഇൻ കേസ് ഓഫ് സ്റ്റഡി ഫ്ലോ. ഇനി ഡോ വി ബൈ ഡോ ടി ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അത് അൺസ്റ്റഡി ഫ്ലോ. ഓക്കെ, അപ്പോ ഒന്നുകൂടെ പറയാണ്, നമ്മളൊരു റിവർ എടുത്തു, ആ റിവറിന്റെ ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്തു, ആ സെക്ഷനിൽ ഏത് സമയത്ത് വന്ന് നോക്കിയാലും 6, ഏത് സമയത്ത് വന്ന് നോക്കിയാലും അവിടുത്തെ ഫ്ലോ പാരാമീറ്റേഴ്സ് മാറാൻ പാടില്ല, കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇനി വേറൊരു സെക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ആയിക്കോട്ടെ, പക്ഷെ 6 മണിക്ക് എന്താണോ കാണിച്ചത് അത് തന്നെ 7 മണിക്ക് കാണിക്കണം, അത് തന്നെ 8 മണിക്ക് കാണിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ടൈം ഈ കാര്യങ്ങളൊന്നും മാറാൻ പാടില്ല. ഇനി നോൺ യൂണിഫോം ഫ്ലോയുടെ യൂണിഫോം ഫ്ലോയുടെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഈ സെക്ഷൻ എടുത്താലും ഈ സെക്ഷൻ എടുത്താലും ഈ സെക്ഷൻ എടുത്താലും 6 മണിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എല്ലാ സെക്ഷനിലും ഒരേ വെലോസിറ്റി, ഒരേ പ്രഷർ, ഒരേ ഡെൻസിറ്റി ആയിരിക്കണം. ഓക്കെ, ഇനി 7 മണിക്കാണ് വന്ന് നോക്കുന്നെങ്കിലോ അതിന്റെ മാറാം, പക്ഷെ 7 മണിക്ക് ഈ സെക്ഷനിലും ഈ സെക്ഷനിലും ഈ സെക്ഷനിലും കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ഫ്ലോ പാരാമീറ്റേഴ്സ് ഒന്നും മാറാൻ പാടില്ല. ഈ സ്റ്റഡി ഫ്ലോയിലാണെന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ഒരു സെക്ഷനില് വിത്ത് റെസ്പെക്ട് ടു ടൈം ഫ്ലോ പാരാമീറ്റേഴ്സ് ഒന്നും മാറാൻ പാടില്ല. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എക്സ് എന്നോ എസ് എന്നോ കാണാം കേട്ടോ, അതായത് ഡോ ബി ബൈ ഡോ എസ് അങ്ങനെയും കാണാം. വിത്ത് റെസ്പെക്ട് ടു സ്പേസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താണ്, യൂണിഫോം ഫ്ലോ ആണ്. നോട്ട് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ അത് നോൺ യൂണിഫോം ഫ്ലോ ആണ്. ഇനി സ്റ്റഡി ഫ്ലോയുടെ കേസിൽ ഡോ വി ബൈ ഡോ ടി ആണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ നോക്കുക. അല്ല കോൺസ്റ്റന്റ് അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അൺസ്റ്റഡി ഫ്ലോ. അപ്പോൾ യൂണിഫോം ഫ്ലോയും സ്റ്റഡി ഫ്ലോയും ഒരു കാരണവശാലും മാറരുത്. സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണ്, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു സ്പേസ് ആണ്. നമ്മുടെ അടുത്താണ് ലാമിനാർ ഫ്ലോ. ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫ്ലൂയിഡിലുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഒരു ലെയർ ആയിട്ട് മൂവ് ചെയ്യാന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഒരു ലെയർ ഒന്നിന്റെ മുകളിൽ, ഇപ്പൊ ഫിഗറിൽ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഒരു ഫ്ലൂയിഡ് ആണെന്ന് വിചാരിക്കുക. ആ ഫ്ലൂയിഡിലുള്ള ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മൾ ലെയർ ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെയാണ് അസ്യൂം ചെയ്യുക. അപ്പൊ ഓരോ ലെയറും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് കൂട്ടിമുട്ടാതെ ക്രോസ് ഓവർ ചെയ്യാതെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് സ്ലൈഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്തരം ഫ്ലോനെ പറയുന്ന പേരാണ് ലാമിനാർ ഫ്ലോ. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം. The fluid particles move along well-defined path or streamline. Fluid particles do not cross each other. ഈ ഒരു പാർട്ടിക്കിൾ വന്നിട്ട് ഇവിടെ വന്ന് ക്രോസ് ചെയ്ത് പോവില്ല. ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ തന്നെ മൂവ് ചെയ്യുള്ളൂ. ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെ പാരലൽ ആയിട്ട് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്ലോ നമ്മൾ പറയുന്ന പേരാണ് ലാമിനാർ ഫ്ലോ. ഓക്കെ, ഈ ടൈപ്പ് ഫ്ലോനെ പറയുന്ന പേരാണ് ലാമിനാർ ഫ്ലോ. അപ്പോൾ ടർബുലന്റ് ഫ്ലോ എന്താണ്? ടർബുലന്റ് ഫ്ലോ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ ഫിഗറിൽ ഒരു ലെയർ വേറൊരു ലെയറിന് മീത് സ്ലൈഡ് ചെയ്ത് പോകുന്ന പോലെയാണോ? അല്ല അല്ലെ, പല രീതിയിൽ ക്രോസ് ഓവർ ഒക്കെ ചെയ്ത് ഇവിടെ കാണുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത്തരം ഫ്ലോനെ പറയുന്ന പേരാണ് ടർബുലന്റ് ഫ്ലോ. Fluid moves in very irregular paths or zigzag way. അപ്പൊ ഇതിലെ ഓരോ പോയിന്റിലും വെലോസിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഇനി ഇത് രണ്ടും കൂടി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ സിങ്കിലേക്ക് വെള്ളം വീഴ്ത്താണെങ്കിൽ ടാപ്പിൽ നിന്ന് വീഴുന്ന വെള്ളം എന്ന് പറയുന്നത് ഈ കാണുന്നത് ഇത് ലാമിനാർ ഫ്ലോ ആയിരിക്കും. ഓക്കെ, പക്ഷെ സിങ്കിൽ വീണ് കഴിഞ്ഞാൽ കുത്തി ഒലിച്ചു പോകുന്ന പോലെയാണ് അല്ലെ. സോ ആ ഫ്ലോ നമുക്ക് ടർബുലന്റ് ഫ്ലോ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ലാമിനാർ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. ദെൻ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ്
ഫ്ലോ നോക്കാം. ദാറ്റ് ഈസ് കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ. കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ ഫ്ലോ ആണ്. കംപ്രസിബിൾ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ചേഞ്ചസ് ഫ്രം പോയിന്റ് ടു പോയിന്റ്. ദ ഡെൻസിറ്റി ഈസ് നോട്ട് കോൺസ്റ്റന്റ് ഫോർ ദ ഫ്ലൂയിഡ്. ഡെൻസിറ്റി മാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഫ്ലോ എന്ന് പറയുന്ന പേരാണ് കംപ്രസിബിൾ ഫ്ലോ. അതായത് ഇപ്പൊ ഇവിടെ താഴത്തെ ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രഷർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ഡെൻസിറ്റിയിൽ മാറ്റം വരും അല്ലെ? അപ്പൊ അങ്ങനത്തെ ഫ്ലോനെ പറയുന്ന പേരാണ് കംപ്രസിബിൾ ഫ്ലോ. ഇനി ഇൻകംപ്രസിബിൾ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡെൻസിറ്റി മാറുന്നില്ല, ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്, അതിനെ കംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരം ഫ്ലോനെ പറയുന്ന പേരാണ് ഇൻകംപ്രസിബിൾ ഫ്ലോ. ഇൻ വിച്ച് ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ചേഞ്ചസ് ഫ്രം തെറ്റിയിട്ടുണ്ട്, do not change ആണ് കേട്ടോ. in which the density of fluid changes, do not change എന്നുണ്ട് കേട്ടോ. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ കറക്റ്റ് ആക്കുക. do not changes from point to point, do not changes from point to point. The density is constant for the fluid. Density ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും, ഇവിടെ നോട്ട് കോൺസ്റ്റന്റ്. അത്തരം ഫ്ലോനെ പറയുന്ന പേരാണ് കംപ്രസിബിൾ ആൻഡ് ഇൻകംപ്രസിബിൾ. ക്ലിയർ ആയല്ലോ ഡെൻസിറ്റിയുടെ ടേംസിൽ പറയാം. അപ്പൊ ഡു നോട്ട് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഡു നോട്ട് നമ്മൾ കറക്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് ഒഴിവാക്കാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ശരിയാക്കണേ. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത്, അപ്പൊ നമ്മുടെ ടൈപ്സ് ഓഫ് ഫ്ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓരോന്നും ഒന്നുകൂടെ നോക്കുകയാണ്. യൂണിഫോം ഫ്ലോ, നോൺ യൂണിഫോം ഫ്ലോ, സ്റ്റഡി ഫ്ലോ, അൺസ്റ്റഡി ഫ്ലോ, സ്ട്രീംലൈൻ ഓർ ലാമിനാർ, ടർബുലന്റ്, ഇൻകംപ്രസിബിൾ, കംപ്രസിബിൾ. അപ്പൊ അതിൽ ഓരോന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് അറിഞ്ഞിരിക്കണം, എളുപ്പം സ്കോർ ചെയ്യാവുന്ന പോർഷൻ. ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഇസ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിന്റെ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ? അപ്പൊ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി ഒക്കെ അറിയാം അല്ലെ? എനർജി ക്യാൻ ബി നെയ്തർ ബി ഡിസ്ട്രോയ്ഡ് ഓർ ക്രിയേറ്റഡ്. നമുക്ക് എനർജി ഒന്നും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. അത് എന്താ ചെയ്യാൻ പറ്റുക? ഒരു ഫോമിൽ വി ക്യാൻ ചേഞ്ച് ഇറ്റ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാനായിട്ട് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ്, പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? മാസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കില്ല. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് മാറ്റാം. അത് തന്നെ. അപ്പൊ ആ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന്റെ ബേസിസിൽ നിന്നാണ് നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ സ്റ്റഡി ഫ്ലോ, വെരി ഇമ്പോർട്ടന്റ്, ഫോർ സ്റ്റഡി ഫ്ലോ എന്തായിരുന്നു? വിത്ത് റെസ്പെക്ട് ടു ടൈം ഫോർ എ പർട്ടിക്കുലർ സെക്ഷൻ the flow parameters do not vary. അതായത് ഫ്ലോ പാരാമീറ്റേഴ്സ് ആർ കോൺസ്റ്റന്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫ്ലോനെ പറയുന്ന പേരാണ് സ്റ്റഡി ഫ്ലോ. ഓക്കെ, അവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്റ്റഡി ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ the mass of liquid passing in unit time at different sections between any two boundaries remains constant. അതായത് സ്റ്റഡി ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ടൈമില് രണ്ട് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡിന്റെ മാസ് കോൺസ്റ്റന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കാം. ഈ ഫിഗറിൽ ഒരു വേരിയിങ് ക്രോസ് സെക്ഷൻ ആണല്ലേ ഈ പൈപ്പിന്. ഇതൊരു പൈപ്പാണ്. അപ്പൊ ഇവിടെ ഡയമീറ്റർ കൂടുതലും പിന്നെ ഈ അറ്റത്തേക്ക് വരുമ്പോൾ ഡയമീറ്റർ കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സെക്ഷൻ 1 എന്ന് വിചാരിക്കുക. ഈ ഡയമീറ്റർ കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ സെക്ഷൻ 1 എടുത്തു. അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് A1, വെലോസിറ്റി എന്ന് പറയുന്നത് V1. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ കുറവുള്ള ഭാഗമാണ്. അവിടുത്തെ ഏരിയ നമ്മൾ A2, വെലോസിറ്റി V2. ഓക്കെ, ഇനി A1 ഭാഗത്ത് നിന്ന് A2 ഭാഗത്തേക്ക് ഒരു ലിക്വിഡ്, ഇതിനകത്തുള്ള ലിക്വിഡ് ഫ്ലോ ചെയ്യാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഒന്നാമത്തെ സെക്ഷനിലൂടെ എൻ്റർ ചെയ്യുന്ന ലിക്വിഡിന്റെ മാസും രണ്ടാമത്തെ സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യുന്ന ലിക്വിഡിന്റെ മാസും കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായി? ഇപ്പൊ ഏരിയ ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിലും വെലോസിറ്റി ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ മാസ് സെയിം ആയിരിക്കും. ഈ ഒന്നാമത്തെ ഭാഗത്തൂടെ എൻ്റർ ചെയ്യുന്ന ലിക്വിഡിന്റെ മാസ് എത്രയാണോ അത്രയും മാസ് ലിക്വിഡ് തന്നെ രണ്ടാമത്തെ സെക്ഷനിലൂടെ എക്സിറ്റ് ആവും എന്നാണ് പറയുന്നത്. അതിൽ നമ്മുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്
അപ്പൊ ഈ ഇക്വേഷൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കണം. ഇത് എന്തിന്റെ ബേസിലാണെന്നും പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അതായത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ സ്റ്റഡി ഫ്ലോ the mass of liquid passing in unit time at different sections between any two boundaries remains constant. അപ്പൊ ഈ രണ്ട് സെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡിന്റെ മാസ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ A1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് സെക്ഷൻ 11, A2 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറ്റ് സെക്ഷൻ 22, V1 എന്ന് പറയുന്നത് വെലോസിറ്റി അറ്റ് 11, V2 വെലോസിറ്റി അറ്റ് 22. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ A1ലൂടെ പാസ് ചെയ്യുന്ന വോള്യം എന്ന് പറയുന്നത് ഏരിയ A1 എന്ന ഭാഗത്തൂടെ പാസ് ചെയ്യുന്ന വോള്യം എന്ന് പറയുന്നത് A1 V1 ഇൻറ്റു ടി. ഓക്കെ, ഇനി A2 എന്ന പോർഷനിലൂടെ പാസ് ചെയ്യുന്ന ലിക്വിഡിന്റെ വോള്യം എന്ന് പറയുന്നത് A2 V2 ഇൻറ്റു ടി. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മാസ് സെയിം ആണെന്നാണ് അല്ലെ. സോ മാസ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് ഇൻ സെക്ഷൻ 11 ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ് സെക്ഷൻ 22. കണ്ടിന്യൂറ്റി ഇക്വേഷൻ പ്രകാരം അങ്ങനെയല്ലേ? മാസ് ഓഫ് ലിക്വിഡ് ഫ്ലോയിങ്, അതായത് 11ലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ മാസും 22ലൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ മാസും സെയിം ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് വോളിയം ആണ് അല്ലെ. അപ്പൊ അതിനെ മാസ് ആക്കാനായിട്ട് നമ്മളൊരു ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ റോ A1 V1 T ഇസ് ഈക്വൽ ടു റോ A2 V2 T. ഓക്കെ, അപ്പൊ ടി എന്ന് പറയുന്നത് യൂണിറ്റ് ടൈം ആണെന്ന് നമ്മുടെ ഡെഫിനിഷനിലുണ്ട്. ഇവിടെയുണ്ട് യൂണിറ്റ് ടൈം. സോ ടി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഒരു പൈപ്പിലൂടെ ഒരു ലിക്വിഡ് ആയിരിക്കും, സെയിം ലിക്വിഡ് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്. സോ ഡെൻസിറ്റി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പൊ ബാക്കി എന്ത് വരും? A1 V1 ഇസ് ഈക്വൽ ടു A2 V2. അതായത് നമ്മുടെ സെക്ഷൻ 11ലുള്ള ഏരിയ ഇൻറ്റു വെലോസിറ്റി ഇസ് ഈക്വൽ ടു സെക്ഷൻ 22ലുള്ള ഏരിയ ഇൻറ്റു വെലോസിറ്റി സെയിം ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ A1 V1 is equal to A2 V2. Again റിപ്പീറ്റ് ചെയ്യുക, A1 V1 is equal to A2 V2. ഇനി അവിടെ സെക്ഷൻ 1 1 2 2 3 3 4 4 അങ്ങനെ എത്രയോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, A1 V1 is equal to A2 V2 is equal to A3 V3 is equal to A4 V4 എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഏത് സെക്ഷൻ ആണ്? ഓക്കെ, നമ്മൾ ഏത് സെക്ഷൻ എടുത്താലും അവിടുത്തെ മാസ് കോൺസ്റ്റന്റ് ആണെന്നാണ് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമുക്ക് ഇത് ഒരു പ്രോബ്ലം കൂടെ നോക്കാനുണ്ട്. അതിനു മുന്നേ എന്താണ് റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് നോക്കാം. റേറ്റ് ഓഫ് ഫ്ലോ ഓർ ഡിസ്ചാർജ് എന്താണെന്ന് നോക്കാം. വോളിയം ഓഫ് ലിക്വിഡ് പാസിംഗ് ത്രൂ എ ക്രോസ് സെക്ഷൻ ഓഫ് കോൺഡ്യൂട്ട് പെർ യൂണിറ്റ് ടൈം ഈസ് നോൺ ആസ് റേറ്റ് ഓഫ് ഫ്ലോ ഓർ ഡിസ്ചാർജ്. അതായത് ഇപ്പൊ ഇതൊരു കോൺഡ്യൂട്ട് ആണ്. കോൺഡ്യൂട്ട് മീൻസ് എന്തെങ്കിലും ക്ലോസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന്. അപ്പൊ ഇതൊരു പൈപ്പ് ഒക്കെ ഒരു കോൺഡ്യൂട്ട് ആണ് നമുക്ക് പറയാം. അപ്പൊ ഈ കോൺഡ്യൂട്ടിലൂടെ ഒരു യൂണിറ്റ് ടൈമില് എത്ര വോളിയം ഓഫ് ലിക്വിഡ് പുറത്തോട്ട് വന്നു? മനസ്സിലായോ? ഒരു കോൺഡ്യൂട്ടിലൂടെ എത്ര വോളിയം, എത്ര വെള്ളം പുറത്തോട്ട് വന്നു, പുറത്തോട്ട് എക്സിറ്റ് ആവുന്നുണ്ട് അല്ലെങ്കിൽ പാസിംഗ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ക്രോസ് സെക്ഷനിലൂടെ പെർ യൂണിറ്റ് ടൈം എത്ര വെള്ളം പുറത്തോട്ട് വന്നു എന്നുള്ളതിന് നമ്മൾ പറയുന്നതാണ് റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ്. വോളിയം ഓഫ് ലിക്വിഡ് പാസിംഗ് ത്രൂ എ ക്രോസ് സെക്ഷൻ. ഓക്കെ, ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷനിലൂടെ എത്ര വോളിയം പുറത്തോട്ട് പാസ് ചെയ്തു, അതിനെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ Q ആണ്. അപ്പോൾ ക്യാപിറ്റൽ Q ആണ്. അതുപോലെ തന്നെ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക് മീറ്റേഴ്സ് പെർ സെക്കൻഡ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഈ ഇക്വേഷനിലെ A1 V1 is equal to A2 V2 ഈ A1 V1 എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്. അതായത് സെക്ഷൻ 1ലുള്ള ഡിസ്ചാർജ് തന്നെയായിരിക്കും സെക്ഷൻ 2ലുള്ള ഡിസ്ചാർജും. അപ്പൊ A1 V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിസ്ചാർജ് ആണ്. ക്ലിയർ? ഇനി A2 V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 2 ഡിസ്ചാർജ് ആണ്. സോ ഡിസ്ചാർജ് Q ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയയുടെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ സ്ക്വയർ. വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ്. സോ ഡിസ്ചാർജിന്റെ യൂണിറ്റ് എന്തായിരിക്കും? മീറ്റർ ക്യൂ പെർ സെക്കൻഡ്. സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ Q and expressed in cubic meters per second. Cubic meters per second. Meter cube per second. Okay. Meter cube per second. അല്ലെങ്കിൽ ലിറ്റേഴ്സ് പെർ സെക്കൻഡിലും പറയും.
ലിറ്റേഴ്സ് പെർ സെക്കൻഡ്. ഡിസ്ചാർജിന് നമ്മളപ്പോ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ പറയും, ലിറ്റേഴ്സ് പെർ സെക്കൻഡിൽ പറയും. ഓക്കെ, ഇനി മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ നമ്മൾ ക്യുമക് എന്ന് പറയും. അതുകൂടെ ഓർത്ത് വെക്കുക. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിൽ നമ്മൾ ക്യുമക് എന്നും കൂടെ പറയും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. Water is flowing in a horizontal pipe tapering from 1 meter at one end to 1.5 meter on the other end. ഒരു എൻഡില് അതിന്റെ ഡയമീറ്റർ 1 ആയിരുന്നു, വേറൊരു എൻഡിൽ എത്തിയപ്പോൾ അത് 1.5. അപ്പൊ ഫിഗർ പോലെയുള്ള ഫിഗറിൽ നിന്ന് ഇങ്ങോട്ടാണ് മൂവ്മെന്റ് നടക്കുന്നത് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുക, തിരിച്ചാണ് മൂവ്മെന്റ് നടക്കുന്നത്. ഇത് A1 V1, ഇത് A2 V2. ഫിഗർ ഒഴിവാക്കിക്കോളുക. ഫിഗറിന്റെ ആവശ്യമില്ല. The velocity at the smaller end is observed to be 0.95 meter per second. അപ്പൊ ചെറിയ ഡയമീറ്റർ ഉള്ള ഭാഗത്തെ വെലോസിറ്റി 0.95 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കാൽക്കുലേറ്റ് ദ ഡിസ്ചാർജ്. Q കാണണം ഇൻ ലിറ്റേഴ്സ് പെർ മിനിറ്റ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ കണ്ടുപിടിക്കണം. ലിറ്റേഴ്സ് പെർ മിനിറ്റിലേക്ക് ആക്കണം. നമ്മുടെ ഡിസ്ചാർജിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ലിറ്റേഴ്സ് പെർ സെക്കൻഡ് അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പൊ ലിറ്റേഴ്സ് പെർ സെക്കൻഡിനെ നമ്മൾ ലിറ്റേഴ്സ് പെർ മിനിറ്റ് ആക്കിയിട്ട് വേണം റിസൾട്ട് കാണിക്കാൻ. And find the velocity at the larger end. വലിയ ഭാഗത്തുള്ള വെലോസിറ്റിയും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം അല്ലെ. അപ്പൊ 1 മീറ്റർ ഡയമീറ്റർ ഉണ്ടായത് 1.5 മീറ്റർ ആയി. അപ്പൊ നമ്മുടെ D1 നമുക്ക് 1 മീറ്റർ എന്നും D2 എന്നുള്ളത് 1.5 മീറ്റർ എന്നും എഴുതാം. അതുപോലെ ചെറിയ സ്ഥലത്തുള്ള വെലോസിറ്റി 0.95 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിനെ ചെറിയ ഡയമീറ്ററിനെ നമ്മൾ D1 കാണിച്ചിട്ടില്ലേ. സോ ചെറിയ വെലോസിറ്റിനെ നമ്മൾ V1 എന്ന് കാണിച്ചു, 0.95 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് V2ഉം അതുപോലെ ഡിസ്ചാർജ് Q ആണ്. നമുക്ക് D1 അറിയാവുന്നത് കൊണ്ട് നമുക്ക് ഏരിയ കണ്ടുപിടിച്ചൂടെ. D1 1 മീറ്റർ ആണെങ്കിൽ ഏരിയ A1 എന്തായിരിക്കും? π/4 ഇൻറ്റു D1 സ്ക്വയർ. അതായത് π/4 ഇൻറ്റു 1 സ്ക്വയർ. ഇത് 1 സ്ക്വയർ ആണ് കേട്ടോ. ഇത് 1 സ്ക്വയർ ആണ്. 1 സ്ക്വയർ അത് 0.785 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. Then again A2 കണ്ടുപിടിക്കാം. എങ്ങനെ? π/4 ഇൻറ്റു D2 സ്ക്വയർ. π/4 ഇൻറ്റു 1.5 സ്ക്വയർ ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.767 മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഏരിയയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ബാക്കി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ത് എഴുതാം? A1 V1 is equal to A2 V2. അപ്പൊ A1 V1 എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്, A2 V2 എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്. അപ്പൊ ഇതിൽ ഏതെടുത്താലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് Q is equal to A1 V1 അല്ലെങ്കിൽ A2 V2 ഏതെടുക്കാം. രണ്ടും ഡിസ്ചാർജ് ആണല്ലോ, സെയിമും ആയിരിക്കും. അതാണല്ലോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത്. സോ Q is equal to A1 V1 കൊടുത്തു. A1 എന്ന് പറയുന്നത് നമുക്കറിയാം 0.785 ഇൻറ്റു V1 നമുക്ക് തന്നിട്ടുണ്ട് 0.95. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.785 ഇൻറ്റു 0.95 ചെയ്ത് കഴിഞ്ഞാൽ 0.745 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടി. അപ്പൊ ഇത് നമ്മുടെ ഡിസ്ചാർജ് ആണ്, മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലിറ്റേഴ്സ് പെർ മിനിറ്റിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ കൺവേർട്ട് ചെയ്യണം. അപ്പൊ കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ ആണ്. ക്ലിയർ? 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1000 ലിറ്റർ. സോ 0.745 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.745 ഇൻറ്റു 1000 ലിറ്റർ ആണ്. ഇനി പെർ സെക്കൻഡ് ആണ്, നമുക്ക് പെർ മിനിറ്റ് ആക്കണം. സോ ഇൻറ്റു 60. 0.745 ഇൻറ്റു 60 ഇൻറ്റു 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ലിറ്റേഴ്സ് പെർ മിനിറ്റിൽ കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഡിസ്ചാർജ് നമുക്ക് ഇത്രയും കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഇനി നമ്മുടെ പറഞ്ഞിട്ടുള്ളത് V2 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് അഗെയിൻ എന്ത് ചെയ്യുന്ന എടുക്കാം? A1 V1 is equal to A2 V2. അതിൽ നിന്ന് V2 കാണണം. സോ A1 V1 by A2. A1 നമുക്കറിയാം 0.785 ഇൻറ്റു V1 നമുക്കറിയാം 0.95 ഡിവൈഡ് ബൈ A2 നമുക്കറിയാം 1.767. അപ്പൊ അത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0.42 മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇതുപോലത്തെ പ്രോബ്ലം തന്നെയാണ് ചോദിക്കുക. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി വെച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് ചിലപ്പോ 6 മാർക്കിനൊക്കെ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വലിയ ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്യാം. എല്ലാവരും നോട്ട് എഴുതിയിട്ട് ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാം നോട്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.